തിരുനാവായ മഹാമഹത്തിൽ ആദ്യന്തം സേവാഭാരതിയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മുതൽ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തും താൽക്കാലിക പാലത്തിലൂടെ വിശ്വാസികളെ അക്കരെ എത്തിക്കുന്നതും തുടങ്ങിയ എല്ലായിടത്തും സേവാഭാരതിക്കാരാണുള്ളത്. നമ്മോടൊപ്പം സേവാഭാരതിയുടെ ചുമതലയുള്ളവർ ചേരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും സേവാഭാരതി വളണ്ടിയർമാരെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ വളണ്ടിയർമാരുടെ സേവനം കൊടുക്കുന്നുണ്ട്. 2 ഷിഫ്റ്റുകളിലായി ഏകദേശം ഒരു ദിവസം 600 വളണ്ടിയർമാർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. അത് തിരുനാവായ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചും മണൽപ്പുറം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തവനൂർ ബ്രഹ്മക്ഷേത്രം കേന്ദ്രീകരിച്ചൊക്കെ ആ പ്രവർത്തനത്തിൽ മുഴുകുന്നു. അതുപോലെ തന്നെ ഭക്ഷണം വിതരണത്തിന് വളണ്ടിയർമാരുണ്ട്, ട്രാഫിക്കിൽ വളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ സ്നാനത്തിന് ഇറങ്ങുന്ന ഭക്തരുടെ സുരക്ഷ നോക്കുന്നതിന് വേണ്ടിയിട്ട് വളണ്ടിയർമാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു തോണി, സേവാഭാരതിയുടെ AR നഗർ യൂണിറ്റിലൊരു തോണി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ദിവസം 2 ഷിഫ്റ്റുകളായിട്ട് 600 പ്രവർത്തകർ, സേവാഭാരതി വളണ്ടിയർമാർ ഇവിടെ മുഴുവൻ സേവനത്തിന് വേണ്ടിയിട്ടുണ്ട്. കൂടാതെ പ്രധാനമായിട്ടും ഇപ്പോൾ കുടിവെള്ള വിതരണം നമ്മൾ 5 കേന്ദ്രങ്ങളിലാണ് ഈ മഹോത്സവത്തിന് വേണ്ടിയിട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഈ കിഴക്കേ ഭാഗത്ത് ഒരു സെൻറ്ററുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറൻ നടയിൽ ആൽത്തറേൻ്റെ അടുത്തൊരു സെൻറ്ററുണ്ട്. അതുപോലെ തന്നെ മണപ്പുറത്ത് 2 കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഒന്ന് പാലം ഇറങ്ങി ചെന്ന് വലത് സൈഡിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യജ്ഞവേദീൻ്റെ ഇടത് സൈഡിലും. അങ്ങനെ മണപ്പുറത്ത് 2 കേന്ദ്രവും പിന്നെ തവനൂർ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു കേന്ദ്രം. അങ്ങനെ 5 കേന്ദ്രങ്ങളിലായിട്ട് കുടിവെള്ളം കൊടുക്കുന്നു. അപ്പം മണപ്പുറത്ത് ഇന്നലെ മാത്രം നമ്മൾ 25,000 ലിറ്റർ വെള്ളമാണ് നമ്മൾ പുറത്തുനിന്ന് ടാങ്കിന് വെച്ചിട്ടാണ് മണപ്പുറത്ത് വെള്ളം കൊടുക്കുന്നത്. പുറത്തുനിന്ന് ടാങ്ക് വെച്ച് ട്രാക്ടറിന് കൊണ്ടുവന്നു. അവിടുന്ന് വെള്ളം ചൂടാക്കി മരുന്നിട്ടിട്ട് ചുക്കുവെള്ളം ആറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 25,000 ലിറ്ററാണ് ഇന്നലെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ എല്ലായിടത്തും വളണ്ടിയർമാർ എത്തിയിട്ടുണ്ടോ? അതെ, എല്ലാം മിക്കവാറും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നാണ് പ്രവർത്തകർക്ക് ഇവിടെ എത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആ തരത്തിൽ സംഘടനാ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് മുതലുള്ള പ്രവർത്തകർ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അതെ, 2 ഷിഫ്റ്റിലാണ്. നമുക്ക് ഒരു 100 അമ്മമാർ എല്ലാ ദിവസവും അമ്മമാരുടെ സേവനം കൂടി ഉണ്ട്. കുട്ടികൾ, അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരും ഇവിടെ സേവനത്തിന് വരുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരിവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല വെയിറ്റൊക്കെ എടുക്കാൻ പറ്റുന്നവർ അടുക്കളയിൽ ഭക്ഷണം പൊക്കാനും പാത്രം പൊക്കാനും അങ്ങനെയുള്ള സേവനം ചെയ്യുന്നു. കുട്ടികൾ വെള്ളമൊഴിച്ച് കൊടുക്കാനും, പ്രായമുള്ളവരും ഇൻഫർമേഷൻ സെൻ്ററുകൾ, അങ്ങനെ എല്ലാവിധ മേഖലയിലും നമ്മുടെ ഈ സേവനം ഇവിടെ നടക്കുന്നു. ആംബുലൻസ് സേവനം ഇവിടെ ഉണ്ട്. നമുക്ക് 10 ആംബുലൻസുകളുടെ സേവനമാണ് ഉള്ളത്. അതിനകത്ത് 2 പാലിയേറ്റീവ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ആംബുലൻസുകളുടെ സേവനം. അപ്പോൾ മലപ്പുറം ജില്ലയിൽ 5 ആംബുലൻസുകളാണ് ഉള്ളത്. അത് കൂടാതെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇവിടെ ആംബുലൻസുകൾ വന്നിട്ടുണ്ട്. ഒരു തവനൂർ ഭാഗത്ത് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ബാക്കി 9 എണ്ണം ഈ തിരുനാവായ ക്ഷേത്രം, ഈ കിഴക്കേ നടയിൽ 2 ആംബുലൻസുകളാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അമൃതയുടെ മെഡിക്കൽ സെൻ്ററിലാണ്. സേവാഭാരതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ദൗത്യങ്ങൾ ഒന്നായിട്ടാണോ മഹാമഹത്തെ കാണുന്നത്? അതെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ദിനം പ്രതി വന്നു പോകുന്ന ജനങ്ങൾ, ഭക്തജനങ്ങൾ സേവാഭാരതിയെ പ്രശംസിച്ച് നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ നിസ്വാർത്ഥമായിട്ടുള്ള തരത്തിൽ നമ്മുടെ പ്രവർത്തകർ ഈ സേവനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് പോലീസിനേക്കാൾ കൂടുതൽ സേവാഭാരതി വളണ്ടിയേഴ്സാണ് ഇവിടെ ഉള്ളതെന്നാണ്. അതെ, ജനങ്ങൾ പറയുന്നുണ്ട് പോലീസ് ഇവിടെ കുറവാണ്. ഇങ്ങനെ ഒരു പരിപാടി പുറത്തൊക്കെ നടക്കുമ്പോൾ അവിടെ കൂടുതലും പോലീസ് ആളുകളെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും കുറച്ച് പോലീസുകാരെ കാണുന്നുള്ളൂ. കൂടുതൽ സേവാഭാരതി പ്രവർത്തകരാണ്, വളണ്ടിയർമാരാണ്. അപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പരാതിയില്ല എന്നുള്ളതാണ്. സമയത്തിന് വെള്ളം കിട്ടുന്നു, സമയത്തിന് ഭക്ഷണത്തിന് ക്യൂ നിന്ന് ഒരു തിരക്കില്ലാതെ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതെ, യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും ഇവിടെ ശുചീകരണം നടക്കുന്നുണ്ട് രാത്രി 9 മണിക്ക് ശേഷം. അപ്പോൾ നമ്മൾ മണപ്പുറം അതിന് നമുക്ക് കാണാൻ സാധിക്കും. കടല ചെറിയ കച്ചവടക്കാരൊക്കെ വന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഒരു 9:30-10 മണിയോട് കൂടിയിട്ട് അത് മുഴുവൻ വൃത്തിയാക്കി നല്ലൊരു മൈതാനമായിട്ട് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഈ പ്രവർത്തനമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വന്ന് കുളിക്കാനും നല്ല രീതിയിൽ ശുചീകരിച്ച് നമുക്ക് ആ കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ശുചീകരണ മേഖലയിൽ വലിയൊരു പ്രവർത്തനം എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്.
ഇതിന്റെ ഭാഗമായി വലിയൊരു അഭിമാനമാണ് അല്ലേ? അതെ 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 വലിയൊരു നമുക്ക് വലിയൊരു എന്താണ് പറയുക, നമ്മുടെ ഒരു അഭിമാനമായിട്ട് തന്നെ നമുക്ക് ഈ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം മുന്നിൽ നിർത്തിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ മഹാമകത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വലിയ അഭിമാനമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. അത് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഇവരുടെ സേവനം അനുഭവിച്ചറിയാൻ കൂടി കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.